കുറ്റമല്ല പല സിനിമയിലും മോഹൻലാൽ പരാജയപ്പെടുന്നത്. മോഹൻലാലിന്റെ കഴിവുകളെ കണ്ടെത്തി, മോഹൻലാലിന്റെ അസാധാരണമായ പ്രതിഭയെ കണ്ടെത്തി ഉപയോഗിക്കാൻ കഴിയുന്ന തിരക്കഥാകൃത്തുക്കളോ സംവിധായകരോ ഇല്ലാത്തത് കൊണ്ടാണ്. ലോഹിതദാസും MTയും ഭരതനും കമലും പത്മരാജനും സിബി മലയിലും ഒക്കെ മോഹൻലാലിന് വേണ്ടി സൃഷ്ടിച്ച സിനിമകളുണ്ട്. അത്തരം സിനിമകൾ സൃഷ്ടിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നിടത്താണ് മോഹൻലാൽ പരാജയപ്പെടുന്നത്. അവിടെയാണ് തരുൺ മൂർത്തി എന്ന ഒരു ചെറുപ്പക്കാരനായ സിനിമക്കാരൻ അസാധാരണമായ കരവിരുതോടെ മോഹൻലാലിന്റെ മുഴുവൻ ശേഷിയെയും മനസ്സിൽ കരുതിക്കൊണ്ട് കഥയും സംവിധാനവും നിർവഹിച്ച് അതിങ്ങ് പകർത്തിയെടുത്തത്. വളരെ അപൂർവമായ സീനുകൾ മാത്രമാണ് നമുക്കങ്ങനെ എടുത്തു പറയാൻ കഴിയാത്തതായുള്ളത്. എന്നാൽ മോഹൻലാലിന്റെ അസാധാരണമായ ഭാവമാറ്റം, പെരുമാറ്റം, കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം, ആ ഗൗരവം, അതൊക്കെ നല്ല ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ചതും കൊതിയോടെ നോക്കിയിരുന്നതും ഒരു പുതുമുഖ നടന്റെ പെർഫോമൻസാണ്. മോഹൻലാലിനെ പോലും മറികടക്കുന്ന ഒരു പെർഫോമൻസാണ് വാസ്തവത്തിൽ